ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ കരുതി. ഇന്ന് റെഡ് അലേർട്ട് ആയതുകൊണ്ട് സ്കൂളില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ ഞാൻ സ്കൂളൊക്കെ നീച്ചു മാറ്റി പോണതാണ്. അപ്പോൾ രാവിലെ എണീറ്റ് പല്ലൊക്കെ ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ബെഡ് പുതപ്പൊക്കെ മടക്കി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നിന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് അപ്പവും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ശരിക്കും ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ എനിക്ക് സ്കൂളില്ലാത്ത അന്ന് മാത്രം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കില്ല, കാരണം എനിക്ക് സ്കൂൾ പോകുമ്പോൾ ടൈം കിട്ടാറില്ല, വേഗം മാറ്റി പോകണ്ടേ. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് നമ്മളെ പൂച്ചക്കുട്ടന്മാർ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓൾക്ക് ഫുഡ് കൊടുത്തു കേട്ടോ. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അപ്പോൾ പിന്നെ ഓൽക്കും കൊടുക്കണ്ടേ, ഓലും വിശന്നിരിക്കല്ലേ എഴുതിയിട്ട് അങ്ങനെ ഓൾക്ക് ഫുഡ് എടുത്തു. എന്നിട്ട് പിന്നെ പുറത്തു കൂടിയൊക്കെ അങ്ങനെ ഓരോന്ന് കണ്ടതായിട്ടും കുറേ പൂക്കളൊക്കെ വരുന്നത്, അപ്പോൾ അതൊക്കെ നോക്കി നമ്മളിങ്ങനെ നടക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ പുറത്തുകൂടെ നടക്കുകയാണെങ്കിലും ഉമ്മ അടുക്കളയിൽ തകൃതിയായി പണിയെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. ഫുഡിന് വേണ്ടി അരി വെള്ളത്തിലിടാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ചിരുന്നു അടുപ്പത്ത്. പിന്നെ ഉമ്മ മറ്റേ വാഴൻ്റെ പൂവുകൊണ്ട് എന്തോ ഉപ്പേരിയൊക്കെ വെക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അടിച്ചോരിയിട്ടുള്ള എൻ്റെ പണി വേഗം തീർക്കാന്നുള്ള മട്ടിൽ ഞാൻ വേഗം അടിച്ചോരിയെടുത്തു. അങ്ങനെ നീച്ചു വന്നിട്ട് ഓളും മുറ്റടിച്ചു കേട്ടോ. ഓളാണ് മുറ്റടിക്കാറ്. ഉമ്മ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കും, ഞാൻ ഉള്ളടിച്ച് തീർക്കും, അങ്ങനെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സുകളെ കളിയൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ക്യാമറൻ്റെ മുന്നിൽ വരാൻ മടിയാണ് കേട്ടോ. അതാണ് അവൾ അങ്ങനെ ഓടുന്നത്. ഞാൻ ക്യാമറയിൽ ചെന്നപ്പോൾ ഇങ്ങനെ എടുക്കണ്ട പറഞ്ഞു വരിയിരുന്നു. അങ്ങനെ ഞാനത് കഴിഞ്ഞിട്ടുണ്ട് തുടക്കാൻ നിന്നു കേട്ടോ. തുടക്കലും കൂടി വേഗം കഴിച്ചാൽ എൻ്റെ പണി തീർന്നു. പിന്നെ തിരുമ്പാനുള്ളൂ. തിരുമ്പൽ പിന്നെ ഞാൻ ഇന്നലെ തിരുമ്പിയോണ്ട് വലിയ ഡ്രസ്സൊന്നും തിരുമ്പാനില്ല, അതുകൊണ്ട് ഞാൻ തിരുമ്പണില്ല കരുതിയിരുന്നു. അങ്ങനെ ഞാൻ വേഗം തുടക്കാൻ നിന്നു കേട്ടോ. തുടക്കൽ പിന്നെ 10-15 മിനിറ്റ് കൊണ്ട് കഴിയും കേട്ടോ. പിന്നെ ഞാൻ ഫോണുമ്മ കളിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് മെല്ലെ പണികളൊക്കെ എടുക്കാറും. പിന്നെ എനിക്ക് ജലദോഷം പിടിച്ചുകൊണ്ട് എൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ അടുക്കളയിൽ വന്നു. ഉമ്മ പിന്നെ ചിക്കൻ എന്തൊക്കെയോ വെക്കണമൊക്കെ ഉണ്ടായിരുന്നു. നീ അവിടെ പാത്രം കഴുകുന്നുണ്ടായിരുന്നു. ഓള് കരുതിയിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അവളെ എക്സ്പ്രഷൻ അങ്ങനെ ഇട്ടത്. പിന്നെ ഓള് ശരിക്കും വീഡിയോ എടുക്കുന്നുണ്ട് മനസ്സിലാക്കിയത്. അപ്പം എൻ്റെ ഹാള് വരല തുടക്കൽ കേട്ടോ. ഇനി അടുക്കള രണ്ടും മാത്രമേ തുടക്കാനുള്ളൂ. അപ്പോൾ കേസ് നമ്മൾ തുടക്കൽ കഴിഞ്ഞു, തടപ്പ് തിരുമിടലും കഴിഞ്ഞു. കുമ്പളങ്ങ നീ ഉമ്മി കുമ്പളങ്ങ നോക്കി നിൽക്കുകയാണ്. കുമ്പളങ്ങ അല്ല, കുമ്പളങ്ങൻ്റെ വള്ളി. എന്താ അങ്ങോട്ട് കയറ്റിയിടാൻ ഞാൻ നോക്കി. മഴ വരുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് മഴ പെയ്യുന്നത്. റെഡ് അലേർട്ട് ശക്തമായ മഴയെന്നാ പറയുന്നത്, പക്ഷെ ശക്തമായ മഴ പോയിട്ട് ചാറ്റൽ മഴയാണ്. എന്ത് അപ്പോൾ ഇനി നമ്മൾക്ക് കുളിച്ചണം, ചോറ് തിന്നണം, അങ്ങനെയൊക്കെ ഉണ്ട്. മഴ ബാഗിൽ കൂടി ഇങ്ങനെ വരിക. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബ്രെഡും പഞ്ചസാരയും കൂട്ടി തിന്നാട്ടോ. ഇതിൻ്റെ മുന്നേ എനിക്ക് വിശക്കണം. വിശന്നാൽ നമ്മളല്ലാതെയാവും. അതുകൊണ്ട് നമുക്കൊരു ബ്രെഡ് കഴിക്കാം. എവിടെ ബ്രെഡ് ഉണ്ട്? സോഫ്റ്റ് ബ്രെഡ്. എങ്ങനെയാണ് ബ്രെഡ് കഴിക്കാമെന്നാണ് ഇത് കാണിച്ചു തരാൻ പോണത്. നമ്മൾ പഞ്ചസാര എടുത്തിട്ട്, പഞ്ചസാര കഴിച്ചാൽ ഷുഗർ വരും, എന്നാലും തിന്നണം. ഇനി അടുത്ത റെഡെടുത്ത് മോളിൽ നീയെ വെള്ളമടിച്ചിട്ടുണ്ടോ? ഞാനധികം ഇങ്ങനെ ആയിട്ട് തിന്നില്ല. പിന്നെ നീ മേക്ക് ചെയ്യാൻ മറ്റേ പച്ചസാധനം കണ്ടവിടെ ആ കൂട്ടി തിന്നലുണ്ട്. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ. നല്ല മഴയുണ്ട് ഗൈസ് പുറത്ത്. ഇതാണ് പിസ്ത ക്രീം. ഇത് കൂട്ടി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് പറയാം. പക്ഷെ ഇഷ്ടമല്ല കേട്ടോ ഇതിൻ്റെ ചോയന്നെ. അപ്പോൾ ദമ്മി എടുത്തിട്ടുണ്ട്, ഉമ്മാക്കും ബുദ്ധിയായി കണ്ടപ്പോൾ. അപ്പോൾ ഗൈസിൻ്റെ ബ്രെഡ് തിറ്റേ കഴിഞ്ഞു. ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ബൈ. അങ്ങനെ ഗൈസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി വേണം ഫുഡ് കഴിക്കാണ്. പക്ഷേ അതിന് മുമ്പ് എനിക്ക് നെയിൽസ് കട്ട് ചെയ്യണം, കാരണം നഖമൊക്കെ ഒന്ന് വളർന്നിക്കണു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാൻ കരുതി, എന്നിട്ട് ഫുഡ് കഴിക്കാനിരിക്കാൻ കരുതി. പിന്നെ നമുക്കിങ്ങനെ സ്കൂളില്ലാത്ത ഓരോ ദിവസമല്ല എല്ലാതും ചെയ്യാനൊരു ടൈം കിട്ടുക. സ്കൂളിൽ ദിവസം രാവിലെ 8 മണിക്ക് നീച്ചു, 8 മണിക്കല്ല 6 മണിക്ക് നീച്ച് മരൽ തുടങ്ങും. 8 മണിക്ക് പോകണം സ്കൂൾക്ക്.
പിന്നെ 5:30-6 മണിയാവും വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന്. ഞങ്ങളവിടെ നിന്ന് ബസ് അത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ നഖമൊക്കെ വെട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ലഞ്ചിന് ചോറ്, പിന്നെ അമ്മ ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉമ്മ ഉണ്ടാക്കിയാൽ കുറച്ച് എരിവ് കൂടുതലുണ്ട് എന്നുള്ളൂ. അപ്പം ഞാൻ എരിവില്ലാതിരിക്കാൻ കുറച്ച് ഉപ്പിലിട്ട മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തോ വാഴപ്പൂവ് എന്തോ കൂട്ടാൻ വെച്ചിക്കൊണ്ട് പറഞ്ഞില്ല, അതും ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ അങ്ങനെ TV കണ്ടിട്ട് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കണം. ഹോളിലിരുന്ന് ഫുഡ് കഴിക്കാണ്. പിന്നെ അമ്മ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ കറി എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് എനിക്ക് കറി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കറി എടുക്കാത്തത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ഫോണുമ്മ കളിച്ചിരിക്കായിരുന്നു കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഇത്ര നേരം ഞാൻ ഈ ഫോണുമ്മ കളിച്ചിരുന്നു. അപ്പോൾ സമയം 4 മണി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കാന്ന് അങ്ങനെ എത്തിക്കുമ്പോഴാണ് ഞാൻ മിന്നാന്ന് വാങ്ങിയ ചോളം ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലെന്ന് പറയുന്നത്, സ്റ്റോർ റൂമിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഹിജാബ്? ഞാനിതിപ്പോൾ കെട്ടിയതാണ് കേട്ടോ. മുടിയുണ്ടോ ബാക്കിൽ വളരെ വിശാലമായി, പകുതി മുടി പുറത്താണ്. അങ്ങനെ നമ്മൾ വിശാലിട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചോളോന്. ഈ ചോളോന് എന്തോ പറ്റിയേക്കണം, അതാണ് ഇങ്ങനെ അയക്കണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് പൊളിച്ച് നോക്കാം. അതിങ്ങനെ പൊളിച്ചിനെ കാണിച്ചു തരാം കേട്ടോ. ഇതെന്തോ ഉണങ്ങിക്ക തോന്നുന്നു. ഇതിൻ്റെ തോലിൻ്റെ കളറൊക്കെ മാറിക്കും. ഇതാണ് സ്വീറ്റ് കോൺ. അത് സ്വീറ്റ് കോണാണ്. മറ്റേ സാധാ കോണല്ല. നമുക്ക് ഉണ്ടാക്കിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ തനിയൊക്കെ ഇഷ്ടമല്ല, ഉമ്മാക്കും ഇഷ്ടമാണ്. ഉമ്മാക്ക് ആദ്യമൊന്നും വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ വാങ്ങി തന്നുമ്പോൾ അങ്ങനെ തിന്ന് ഇഷ്ടമായി. ഇവിടെയൊക്കെ ഞാൻ ക്ലീൻ ആക്കേണ്ടി വരും. അത് ആലോചിച്ചുമ്പോഴാണ് ഒന്നും ഉണ്ടാക്കാൻ തോന്നാത്തത്. എന്താണെങ്കിലും ഉണ്ടാക്കി വെക്കാം. മത്തൊക്കെ പണക്കാരൊന്നുമില്ല. ക്ലീൻ ആക്കിയിട്ട് വേണം അത് ഉണ്ടാക്കണമെങ്കിൽ. സോ നമുക്ക് ക്ലീൻ ആക്കാം. നമ്മളെ ചോളോന് ഇതാ രണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറിലിട്ടൊന്ന് വിസിലടിക്കാം. കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിക്ക് ഈ സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട്, സ്വീറ്റ് കോണ്. എന്നിട്ട് ഇതൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഗ്യാസ് നോക്കാം. കുക്കർ ഗ്യാസ് വെച്ചിട്ടുണ്ട്. പുറത്ത് നല്ല കിളികൾ ശബ്ദം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത്ര നേരം മഴയായിരുന്നു. മഴ തോർന്നപ്പോലെ ഒച്ചുണ്ടാക്കുകയാണ്. ഇത്ര നേരം മഴയായിരുന്നു കേട്ടോ. മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിശക്തമായ മഴയൊന്നും മലപ്പുറം ജില്ലയിൽ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മളെ സംഭവമായിട്ടുണ്ട് കേട്ടോ. ആവി പോയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് തുറക്കാൻ കിട്ടുന്നില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കുക്കറത്തെ ആവിയൊക്കെ പോയിട്ടുണ്ട്. അതായിട്ടില്ലേ, ഇതിങ്ങനെ ഉതറുക. ഓവറായോ? കുറച്ച് ഉപ്പെടുത്തോ. മതി. വിതറിയിട്ടുണ്ട് കേട്ടോ. ചോളം ഇതാ ഇടിയിട്ടുണ്ട്. നല്ല ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ആക്കിയിട്ട് ഓ, ഈ പണ്ടാറപ്പല്ല് പിന്നെ പൊന്തിയോ? ഏയ് ഇല്ല, 2 ഇഞ്ച് താഴ്ന്നിട്ടുണ്ട്. മതിരാ മോളെ. മകത്തുകൂടി എരിയും ഉപ്പൊക്കെ വരുമ്പോ അപ്പൊ നമ്മളിങ്ങനെ അത് തിന്നോണ്ടിരിക്കായിരുന്നു. അപ്പൊ അതിന്റെ അടിയിലാണ് സംഭവം ഉണ്ടായത്. ഇപ്പോ ഞങ്ങളെ കോഴിക്കുട്ടീനെ മറ്റേ കീരില്ലേ, ആ സംഭവം കൊണ്ടുപോയിക്ക. ഉമ്മയൊക്കെ തിന്നണോടത്തുനിന്ന് ഇട്ട് വണ്ടി അവിടെ പോയി നോക്കുന്നുണ്ട്. കൊണ്ടുപോയി ഓറഞ്ച് ഇട്ടിട്ടുണ്ട്. പക്ഷെ നല്ല
കരിയും പച്ചയാണ്, പഴുത്തിട്ടില്ല. ഇത് ചെയ്യാനാ മിച്ചർ നിൽക്കും. ഓൾക്ക് ഇത് ഇഷ്ടമല്ല, അപ്പോൾ ഓൾ മിച്ചർ. അപ്പം ഞാനും അമ്മാൻ്റെ അടുത്ത് വരുന്ന ഇത്ര നേരം, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ കണ്ടോ, അയ്യോ പൂച്ചമണി വന്നിക്കണുണ്ടോ? കാര്യമാണ്, അവനക്ക് അച്ചപ്പട്ട് എടുത്തിട്ട് തിന്നണില്ല. ഇത് അച്ചപ്പം തിന്നുകയാണ് ഞാൻ. ഇത് ബേമാൻ്റെ ബുക്കാണ്, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളപ്പോൾ അച്ചപ്പം കഴിക്കണുണ്ടോ? എന്താ 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 ബൈ ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉറങ്ങുകയാണ്. ഞാൻ അമ്മമാരുടെ അടുത്ത് പോയിട്ടാണ് ഉറങ്ങണത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വ്ളോഗ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക്. ഒന്ന് പിന്നെ റെഡ് അലേർട്ട് ആയതുകൊണ്ട് അധികം മഴ പെയ്തില്ല, അല്ലെങ്കിൽ ഇനി നാളെ നല്ല മഴ ഉണ്ടാവും. അപ്പോൾ വരും ചിലപ്പോൾ. നാളെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ ഉണ്ട്. ചീറ വരുന്നു ആലോചിക്കുമ്പോൾ തന്നെ. പിന്നെ എനിക്ക് നാളെ എക്സാമാണ്, പക്ഷേ ഞാനൊന്നും പഠിച്ചിട്ടില്ല, കാരണം ഞാൻ ബുക്കൊക്കെ സ്കൂളിൽ വെച്ച് പോകുന്നൊക്കെയാണ്. നല്ല ദിവസമാണെന്ന്. സോ ബൈ ബൈ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റ്.